ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഈശോ നമുക്ക് കുരിശിൽ കിടന്നുകൊണ്ട് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധയമ്മ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയോട് മാത്രമല്ല, ലോകം മുഴുവനോടുമാണ്. സകല തലമുറകളും ഭാഗ്യവതി എന്ന് പറയുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവം ഉയർത്തി. പരിശുദ്ധ അമ്മ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി വിജയിച്ച് സ്വർഗാരോപിതയായി എന്ന് കാണിച്ചു തന്ന അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറുമെന്ന് പറഞ്ഞപ്പോഴും അമ്മയ്ക്കുണ്ടായ വേദന, ഈജിപ്തിലേക്ക് ഒളിച്ചോടുമ്പോൾ അമ്മ അനുഭവിച്ച ദുഃഖം, ഈശോയെ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച ഭയം, ഹൃദയ നൊമ്പരം, കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ യേശുവിൻ്റെ കൂടെ പോകുന്ന അമ്മ, സ്വന്തം മകൻ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നത് കാണുന്ന അമ്മ, ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തിയ അമ്മ, ശവസംസ്കാര ചടങ്ങുകൾ പോലും ഒന്നും ചെയ്യാൻ സാധിക്കാതെ കല്ലറയിൽ അടക്കുന്ന മകൻ്റെ മൃതശരീരം എന്നുവേണ്ട എല്ലാ ദുഃഖങ്ങളിൽ കൂടിയും പരിശുദ്ധ അമ്മ കടന്നു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആരോടും പരാതി പറയാതെ എല്ലാ നൊമ്പരങ്ങളും പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ഈ അമ്മയോളം ആർക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക? ആർക്കാണ് നമ്മെ സഹായിക്കാൻ കഴിയുക? ക്ലേശങ്ങളും ദുഃഖങ്ങളും പ്രലോഭനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അമ്മയെ ഓർത്ത് ആ അവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മയെ വിളിക്ക്. പ്രിയമുള്ളവരെ, സ്വന്തം അമ്മയായി ഹൃദയത്തിൽ സ്വീകരിക്കുക. അമ്മമാരുടെ സ്നേഹം കിട്ടാത്ത മക്കൾ, ചെറുപ്പത്തിലെ അമ്മമാർ നഷ്ടപ്പെട്ടിട്ടുള്ളവരെല്ലാം ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ ആ സ്ഥാനത്ത് നിങ്ങൾ സ്വീകരിക്കണം. പിന്നെ നടക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇന്നേ ദിവസം രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ വഴി യേശുവിലേക്ക് സമർപ്പിക്കുന്നു. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങളുമായി ജീവിക്കുന്ന മക്കൾ, രോഗികളായ കുഞ്ഞുമക്കൾ, അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലുള്ള മക്കൾ, ഇവരെയെല്ലാം ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന മക്കൾ രോഗികളായവരുമായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അവർക്ക് സൗഖ്യം സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.